ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് മോൾക്ക് സ്കൂളിലേക്ക് വേണ്ട ഗണിതശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ടിട്ട് മാത്സിൻ്റെ സ്റ്റെൽ മോഡൽ ഫാക്ടറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാട്ടോ. നമ്മൾ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ കത്രിക, ഗമ്മ്, സ്കെയില്, ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ആവശ്യമായ സാധനങ്ങൾ. പിന്നെ ഇനിയും വേണം, ഇതിൽ നമ്മൾ മണ്ണിന് വരെ ചരലാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് റെഡ് ക്രാഫ്റ്റ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ മടക്കി കൊടുത്തിട്ടുണ്ട്, 4 പീസ് ആവണ തരത്തിൽ മടക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പീസോളിൽ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന രീതിയിൽ മടക്കി കൊടുത്തിട്ട് അതിലും വരുന്ന ബാക്കി പീസും കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ആ പീസും കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇനി ബാക്കി പീസ് കൊണ്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ മടക്കി കൊടുത്തിട്ട് ഇപ്പോൾ മോള് കാണിച്ചിട്ട് ആ രീതിയിലൊന്ന് മടക്കി കൊടുത്ത ശേഷം അപ്പോൾ ഇങ്ങനെ ആദ്യം മടക്കി കൊടുത്ത ശേഷം പിന്നെ ആ കോണിലേക്ക് മടക്കി കൊടുക്കുക. പിന്നെ അടുത്തത് ഒന്നും കൂടി കോൺ രൂപത്തിൽ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മടക്കി കൊടുത്ത ശേഷം നമ്മൾ ഫ്ലവറിൻ്റെ ഒരു രൂപത്തിലൊന്ന് പെൻസിൽ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ആ അടയാളപ്പെടുത്തിയേക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഫ്ലവർ രൂപത്തിലും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മടക്കൊന്ന് നൂർത്തി നോക്കാം. അങ്ങനെ നമ്മളെ ഫ്ലവർ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കി കാണിച്ച പീസോട് കൊണ്ടൊക്കെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മൾ യെല്ലോ ക്രാഫ്റ്റ് പേപ്പർ കൊണ്ടും ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തം 8 ഫ്ലവറാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഈ ഫ്ലവറിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ കളർ പേപ്പർ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട, റൗണ്ട് പീസിൽ കട്ട് ചെയ്തെടുത്തിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ എന്തെങ്കിലും റൗണ്ട് രൂപത്തിലുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മളിതാ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ അടയാളപ്പെടുത്തി കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ 8 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ 8 പീസ് നമ്മൾ 8 ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ, ഒട്ടിച്ചു കൊടുക്കാനാണ്. ഇനി വേണ്ടത് നമ്മൾ ഈ ബൗളൊന്ന് മൂടിയെടുക്കാൻ പോകുക കേട്ടോ, ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടി നമ്മൾ യെല്ലോ ക്രാഫ്റ്റ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഗം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന തട്ടത്തിൻ്റെ ഉൾഭാഗം ഇപ്പോൾ നമ്മളിതാ ക്രാഫ്റ്റ് പേപ്പർ മൂടിയ ശേഷം ബാക്കിയുള്ള ഉൾഭാഗമാണ് കേട്ടത്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രീൻ ക്രാഫ്റ്റ് പേപ്പർ കൊണ്ട് സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നീളത്തിലുള്ളതും കുറച്ച് നീളം കമ്മിയായത് അങ്ങനെ വ്യത്യസ്ത തരം സ്റ്റിക്കുകൾ വേണം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ പലതരം സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലവർ റെഡിയായി, അതിൽ വയ്ക്കാനുള്ള റൗണ്ട് പീസ് റെഡിയായി, സ്റ്റിക്കും റെഡിയായി, ബൗളും റെഡിയായി കേട്ടോ. ഇനി ചെയ്യാനുള്ളത് ഈ റൗണ്ട് പീസുകൾ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് നമ്മളിത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പം 48ൻ്റെ ഘടകക്രിയ കേട്ടോ ഈ ഫാക്ടറിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട നമ്മളിതാ ഇനി ഇതിലേക്ക് സംഖ്യകൾ എഴുതിയെടുക്കണ്ടേ, 48ൻ്റെ ഘടകക്രിയകളുള്ള സംഖ്യകളൊന്ന് ഇതിലേക്ക് എഴുതണം. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഫാക്ടറി തയ്യാറാക്കുന്നത് ആ രൂപത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബൗളിൽ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ ബൗളിൽ 48 എഴുതിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഫാക്ടറിക്ക് വേണ്ട ട്രേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബൗളിൽ ചരൽ നിറച്ച ശേഷം അതിലേക്ക് ബൗളിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് നമ്മളത് ഈ സ്റ്റിക്ക് വയ്ക്കാനുള്ള ഭാഗത്തിൽ ഓരോ ദ്വാരം ഉണ്ടാക്കിയെടുക്കട്ടെ ചെയ്തത്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. അങ്ങനെ നമ്മളിതാ ഫാക്ടറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സയൻസ് ഫെയറിന് മോൾക്ക് ഇത് കാണിച്ചു കൊടുത്ത ശേഷം മോൾക്ക് ഫസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മക്കൾക്ക് സയൻസ് ഫെയർ ഗണിതശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതുള്ളൂ, നമുക്ക് മക്കളെയും സഹായിക്കുകയുള്ളൂ. അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.